കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ശ്രീഹരിയോട് പറയണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ആ ഋതുവിനെ അധികം സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, ആര് തെറ്റ് എവിടെ ചെയ്താലും എനിക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല, നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ. അതിനിപ്പോ ഋതുവിന്റെ അമ്മ പൂർണിമയാണ് ശരി, ഞാൻ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുമെന്ന് പറയാ. എന്നാലും സേതുവേട്ടാ, ഒരു സേതുവേട്ടനും ഇല്ല, പറഞ്ഞു കേട്ടല്ലോ, ഞാൻ പറയുന്ന നിങ്ങളുടെ അനുസരിച്ചാൽ മതി. നീ എന്റെ ഒപ്പം നീ എവിടെ നിൽക്കുന്നേ, കൂടുതൽ നീ അവിടെ കയറി ആരും ഭരിക്കാനോ അല്ലെങ്കിൽ എന്നെയോ ഭരിക്കാൻ വരണ്ടെന്ന് പറയാം. പിന്നീട് ശ്രീഹരി ഒന്നും മിണ്ടിയില്ല. ബാ പോവാം, പല്ലവി അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും നേരെ കോളേജിലേക്ക് പോവാണ്. പിന്നീട് പല്ലവി ഇവർക്ക് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ സേതുവും ശ്രീഹരിയും കൂടെ പല്ലവിയുടെ അരിയിലേക്ക് വരുവാണ്. പല്ലവി പെട്ടെന്ന് ചോദിച്ചു, എന്താ സേതു കേട്ടത്, എത്ര സമയം എന്നറിയാ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പൊ വരാന്ന് പറഞ്ഞ ആളാ. അതെ, എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറയാണ്. അതെ, ഇച്ചിരി തിരക്കായിപ്പോയി, അത് പറയാണ്. ഈ സമയം മാധുരി മിസ് അതിലൂടെ വന്നു. മിസ് കണ്ടു സേതുവും പല്ലവിയും തമ്മിൽ സംസാരിക്കുന്നത്. ഓഹോ, ഇത്രയ്ക്കായ കാര്യങ്ങളൊക്കെ കോളേജ് വരെ വന്ന് കാണാനായിട്ട് തുടങ്ങിയോ എന്നോർത്തോണ്ട് മാധുരി മിസ് അവിടെ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് നിൽക്കുകയാണ്. എത്രത്തോളം വരെ പോകുന്ന കാണണമല്ലോ. ഈ സമയം പല്ലവി തന്റെ കയ്യിലിരിക്കുന്ന കവറും കൊടുത്തു. എന്നിട്ട് സേതുവിനോട് പറഞ്ഞു, ഒന്ന് തുറന്നു നോക്ക്. അങ്ങനെ സേതു തുറന്നു നോക്കി. അതിനകത്തൊരു ചെക്ക് ലീഫ് ആയിരുന്നു. അപ്പൊ ഇവന്റിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ആണ്. അതെ, ഇത് അഡ്വാൻസ് പേയ്മെന്റാ. പിന്നെ ഇവന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി എമൗണ്ട് സെറ്റിൽ ചെയ്യാന്ന് പറയണം. ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു, പിന്നെ ഇവന്റിന്റെ കാര്യം ഓർത്തിട്ട് പല്ലവി ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. ഇത് ചേച്ചിയുടെ കല്യാണം പോലെ ഈ ഏറ്റവും നല്ല കളർഫുൾ ആയിരിക്കും എന്ന് പറയണം. പെട്ടെന്ന് പല്ലവിയുടെ മുഖം അങ്ങോട്ട് മാറി. കല്യാണം എന്ന് കേട്ട് കഴിഞ്ഞപ്പം കല്യാണം വൻ ദുരന്തമായിരുന്നല്ലോ, അതോ വീണ്ടും ഓർപ്പിച്ചു കഴിഞ്ഞപ്പം സേതുവിനും വലിയ ടെൻഷനായിപ്പോയി. സേതു ഒന്ന് രൂക്ഷമായിട്ട് ശ്രീഹരിനെ ഒന്ന് നോക്കുവാണ്. ശ്രീഹരിക്ക് മനസ്സിലായി താൻ പറഞ്ഞ അബദ്ധമാണ്. പിന്നീട് പല്ലവി പറഞ്ഞു, എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ, എനിക്ക് അല്പം ധൃതിയുണ്ട്, പിന്നീട് നമുക്ക് കാണാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങോട്ട് കയറി പോവാ. ഈ സമയം സേതു ശ്രീഹരിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് എന്തിന്റെ കേടാടാ, നീ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കുക. നിനക്കിപ്പോ അവളുടെ കല്യാണ കാലത്തെ കുറിച്ച് വല്ലതും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ വെറുതെ ഒന്ന് ഗുമ്മിനൊന്ന് പറഞ്ഞു പോയതാ. അവന്റെ ഒരു ഗുമ്മ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടാണോ അവിടെ നിന്ന് ചോദിക്കുക. ഒന്നുമില്ല സേതുവേട്ടാ, ബാ പോവാന്ന് പറഞ്ഞിട്ട് സേതുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം മാധുരി മിസ് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുവാണ്. പാനി മിസ്സും വേറൊരു മിസ്സും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും ആ പല്ലവിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. എന്താ മിസ്സേ, ആ സേതു ഇല്ലേ, ആ പന്തല് പണിക്കാരൻ, അവനെ കോളേജിലേക്ക് വിളിച്ചു വരുത്തിയേക്കുക. കോളേജിൽ മറ്റുള്ള പിള്ളേരുണ്ട്, അവർ ശ്രദ്ധിക്കും, മാതൃകയാകേണ്ട ടീച്ചറാ എന്നൊരു ചിന്തയൊന്നുമില്ല. എന്തൊരു കുണുങ്ങിച്ച സംസാരമൊക്കെ ആയിരുന്നു അവിടെ വന്നിട്ട്. ഒന്ന് കാണേണ്ട തന്നെ എന്റെ ആൻ ടീച്ചറെന്ന് പറയാം. പെട്ടെന്ന് ആൻ ടീച്ചർ പറഞ്ഞു, എന്തിനാ മാധുരി ടീച്ചറെ ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നത്, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാന്ന് പറയണം. ഫ്രണ്ട്സാണ് പോലും, വെറുതെ അല്ല രാജലക്ഷ്മിയുടെ മോന് ഇവളെ ഉപേക്ഷിച്ച് ഇവളുടെ കയ്യിലിപ്പോ അത്ര നല്ലതല്ലേന്ന് പറയാം. പെൺകുട്ടികളാണ് കുറച്ച് അടക്കം ഒതുക്കം ഒക്കെ വേണമെന്ന് പറയാം. ആൻ ടീച്ചർ പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലായി മാധുരി ടീച്ചറിന്റെ അസുഖം എന്താന്ന്. അതിനെ പല്ലവിനെ കിട്ടത്തില്ല. പല്ലവി സേതുവും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലേ പല്ലവി ഇവന്റിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി സേതുവിനെ വിളിച്ചാന്ന് പറയണം. അല്ലാതെ വേറൊന്നും വേണ്ടല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം മാധുരി മിസ് സ്വയം ഇരുന്ന് പറയാം, എന്നാലും എന്നെ പോലെ സ്വഭാവ ഗുണങ്ങളുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ഈ ഭൂമിയിൽ കാണുമോ? എനിക്ക് തുല്യം, ഞാൻ മാത്രം എന്ന് പറഞ്ഞിട്ട് വലിയ അഹങ്കാരത്തോടു കൂടി ഇരിക്കുവാണ്. പിന്നീട് പല്ലവി വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്താണ് പാറു ഫോണിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഫോണിനകത്ത് കാണാൻ പുസ്തകം മടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു വോയിസ് മെസ്സേജ് അയക്കുവാണ്, അതെ നാളെ നമുക്ക് ഉച്ചയ്ക്ക് ചാടാം, പിന്നീട് വിദ്യയുടെ വീട്ടിൽ പോകാന്ന്. ഇത് കേട്ടോണ്ട് പല്ലവി അങ്ങോട്ട് വന്നു. ഓഹോ, അപ്പൊ നാളെ ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്യാന് മക്കളുടെ പുറപ്പാടല്ലേന്ന് ചോദിക്കാം. അല്ല അത് വേണ്ടി ചേച്ചി, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, നീ ഇങ്ങനെ പഠിക്കേണ്ട സമയത്ത് ക്ലാസ്സും കട്ട് ചെയ്ത് അതിലോടെ തെണ്ടി തിരിഞ്ഞിട്ട് കാര്യമില്ല. ഇതേ പെൺകുട്ടിയാണ്, പഠിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ളൂ. എന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആ ഇന്ദ്രനെ ഉപേക്ഷിച്ച സമയത്ത്, അല്ലെങ്കിൽ ഇന്ദ്രനെ വേണ്ടാന്ന് വെച്ച സമയത്ത് എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടല്ലേ പിടിച്ചു നിൽക്കുന്നത്, അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും. അതുകൊണ്ട് അത്യാവശ്യം ഒരു ഡിഗ്രി എപ്പോഴും കയ്യിലുള്ളത് നല്ലതാ പാറു. നീ അതുകൊണ്ട് വേറെ ചിന്തകളൊക്കെ കളഞ്ഞിട്ട് പഠിക്കാൻ നോക്ക്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാ. ഈ സമയം പാറു പറഞ്ഞു, ചേച്ചി അതെന്റെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ്, അതുകൊണ്ടാ. എനിക്കറിയാം അതുകൊണ്ടൊക്കെ ധരിക്കുന്നത്, പക്ഷെ ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയിപ്പോ എല്ലാം നിന്റെ ഇഷ്ടമെന്ന് പറയാണ്. അതെ, കല്യാണമൊക്കെ പിന്നെ അതിന് ശേഷം മതി. എന്റെ കാര്യം തന്നെ ഓർത്തു വയ്ക്കേ, പഠിച്ച് നീ ഒരു ജോലി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിന്നെ കെട്ടിച്ചു വിടുന്നുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിയോട് പെട്ടെന്ന് അങ്ങോട്ട് പാറു പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു കാര്യമുണ്ട്. അതെ, ചേച്ചിനെ പോലെ അച്ഛനും അമ്മയും പറയുന്ന വിവാഹത്തിനൊന്നും ഞാൻ നിന്ന് കൊടുക്കത്തില്ല. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. ഞാൻ കണ്ടുപിടിക്കുന്ന ആളെ മാത്രം ഞാൻ വിവാഹം കഴിക്കുള്ളൂ. എന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചിക്കുട്ടി,
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചേച്ചിക്കുട്ടി ആയിരിക്കില്ലേ ആദ്യം അറിയണേന്ന് ചോദിക്കുക. ഈ സമയത്ത് അങ്ങോട്ട് ശോഭ വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി അനിയത്തിയും കൂടി ഒരു കുശലം? അല്ല, മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ പല്ലവീന്ന് ചോദിക്കണം. വേണ്ടമ്മേ, എനിക്കിപ്പോ ചായ വേണ്ട, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറയാം. പാറു പെട്ടെന്ന് പറഞ്ഞു, അതെ എനിക്കെടുത്തു, ചായയുടെ കൂടെ 2 ഉണ്ണിയപ്പം കൂടെ എടുത്തോളാൻ പറയണം. ഓ, ഈ നശൂലത്തിനും കൂടെ ഞാൻ മടുത്തു പോളും, എപ്പോഴും തീറ്റാന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ദേ, ഇത് എത്രാമത്തെയാണെന്നറിയാവോ ഇത്? ഇവൾക്ക് തീറ്റ ഉണ്ടാക്കി ഞാൻ മുടിയൂന്ന് എനിക്ക് തോന്നുന്നേ. ഓ, പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് പഠിക്കാനൊരു സമയമില്ല, അടുത്ത ദിവസം അവൾക്ക് പരീക്ഷ, എന്നിട്ട് അവൾക്ക് തീറ്റയുടെ പ്രാധാന്യം കൂടുതലെന്നും പറഞ്ഞിട്ട് ശോഭ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ശോഭ നേരെ മുകുന്ദൻ മാഷിന്റെ അടുത്തേക്ക് എത്തോടാം. മുകുന്ദൻ മാഷിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ എന്നാ വെള്ളം എന്ന് പറയണം, ഗുളിക കഴിക്കാനുള്ള വെള്ളം കൊണ്ടേ കൊടുത്താ പറഞ്ഞു. പല്ലവിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ മാഷേ? ഇന്നാണെങ്കിൽ രഘു വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു ആലോചന പല്ലവിക്ക് വേണ്ടി കൊണ്ടുവരാനാ പറഞ്ഞേ. അല്ല, ഇതിനാ ഇന്ദ്രന്റെ വീട്ടുകാരെ സമ്മതിക്കോ? ഇന്ദ്രന്റെ വീട്ടുകാര് അവനെ ഞാൻ പഞ്ഞിക്കിടുന്നുണ്ട്, ഇനി എങ്ങാനും അവനും അവരെ തള്ളയെ വീട്ടിലേക്ക് കയറി വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടിനെന്ന് പറയാം. അധികം വൈകാതെ ഡിവോഴ്സ് ഒക്കെ നടക്കൂല മാഷേ, ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയാം. അത് ശരിയാ, പക്ഷേ ഡിവോഴ്സിന് കൊടുത്തെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വീട്ടുകാരും അല്ലെങ്കിൽ അവനും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്, കയ്യെ കാലെ പിടിക്കും രാജലക്ഷ്മി വന്ന്. ഇത് കേട്ടത് ശോഭ പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് കയ്യെ കാലയും പിടിച്ചിട്ടും കാര്യമില്ല, അവളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാ ഇവിടെ കൊടുക്കാൻ അവന് കൊടുക്കാൻ പെണ്ണില്ല, വേറെ എവിടെയെങ്കിലും പോയി പെണ്ണ് കെട്ടട്ടെ അവനെ, അല്ലെങ്കിൽ അവനെ പോലെയുള്ള ഒരുത്തരൊന്നും പെണ്ണ് കെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. മുകുന്ദൻ മാഷ് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം, ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ആവുള്ളെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പല്ലവി രാവിലെ കോളേജിലേക്ക് പോവാണ്. ഈ സമയത്ത് കാർ ഒരെണ്ണം അടുത്ത് വന്ന് നിർത്തി. അങ്ങനെ കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ ബാഗും കുടയും മാത്രം താഴെ കിടന്നു. പല്ലവിയെ കാറിനകത്തായി പോയി. അങ്ങനെ വിജനമായ ഒരു സ്ഥലത്തേക്ക് കാർ അങ്ങോട്ട് കൊണ്ടുപോയിടുവാണ്. എന്നിട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞ് പല്ലവിനെ പിടിച്ചങ്ങോട്ട് ഇറക്കുവാണ് ഇന്ദ്രന്. അങ്ങനെ ഇറക്കി കഴിഞ്ഞിട്ട് പല്ലവി പറഞ്ഞു, എന്നെ വിടാനാ പറഞ്ഞേ. നിന്നെ ഞാൻ വിടാടി, ഞാൻ വിടുന്നുണ്ട്, പക്ഷെ എന്റെ ആഗ്രഹം നടത്തിയതിന് ശേഷം മാത്രമേ വിടത്തുള്ളൂ. എനിക്ക് നിന്നെ ശരിക്കും ഒന്ന് കാണണം, ഒന്നുമില്ലാതെ നിന്നെ എനിക്ക് ശരിക്കും ഒന്ന് കാണണോടി മോളെ, അതിനുവേണ്ടി നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ. നീ എന്തിനാ കുതിർന്നേന്ന് ചോദിക്കാം. എന്നെ വിട് പ്ലീസ്, എന്നെ വിടാൻ പറയാണ്. ഞാൻ കിടന്ന് കരയൂന്ന് പറയാം. കരഞ്ഞു, അല്ലറി കരഞ്ഞു, ഒരു പട്ടിക്കുറുക്കം പോലും ഇങ്ങോട്ട് ആ കരച്ചിൽ കേൾക്കാണ്ട് വരത്തില്ല എന്ന് പറയാം. പിന്നീട് പല്ലവിനെ അങ്ങോട്ട് കാരണത്തേക്ക് വലിച്ചു കയറ്റി എന്തിന് എന്ത് ചെയ്യണം, പല്ലവിനെ ആക്രമിക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് പല്ലവി ഞെട്ടി കാറക്കോട് ചാടി എഴുന്നേക്കുക. പെട്ടെന്ന് പാറിച്ച്, എന്താ ചേച്ചി എന്താ നീക്കുക? സ്വപ്നം കണ്ടു, കുറച്ച് വെള്ളം തരാൻ പറയണം. അങ്ങനെ വെള്ളം പാറു കൊടുത്തു. എന്താ ചേച്ചി കാര്യം? ആ ഇന്ദ്രൻ എന്നെ ആക്രമിക്കാൻ വരെ സ്വപ്നം കണ്ടെന്ന് പറയണം. ഈ സമയം പാറു ചോദിച്ചു, എന്ത് പറ്റിയ ചേച്ചി എന്താ, എന്തേലും വിഷമമുണ്ടോ? ഞങ്ങളോട് ആരോടും പറയാത്ത എന്തേലും വിഷമം ചേച്ചിയുടെ ഉള്ളിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല മോളെ, പിന്നെ എന്ത് പറ്റിയ ചേച്ചി? എന്ത് വിഷമമുണ്ടായാലും പറ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് പരിഹരിക്കാം. എന്തിനാ ചേച്ചി ഇങ്ങനെ സ്വയം ഇങ്ങനെ ഉരുകി തീരുന്നതെന്ന് ചോദിക്കുക. അതൊന്നുമില്ല, എനിക്ക് അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുണ്ട്. അന്ന് അയാൾ ഇവിടെ കയറി വന്നല്ലേ, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ, വീണ്ടും മുറിയിലേക്ക് വരുമോന്ന് പേടി. വരുവാണെ വരട്ടെ, അവന് വേണ്ടി ഞാനും കാത്തിരിക്കുമെന്ന് പാറു വരുവാണ്. അവന് നേർക്ക് എനിക്കൊന്ന് കിട്ടണം, എന്റെ കൈയുടെ ചൂട് അവൻ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പാറു പറയാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, അതെ മോള് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, ചേച്ചി ഉറങ്ങാൻ കിടന്ന് എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിനെ പിടിച്ച് കിടത്തുവാണ്. പക്ഷെ പല്ലവിക്ക് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പല്ലവി എഴുന്നേറ്റ് വരുമ്പോൾ മൂന്ന് വർഷം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ, എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്താച്ചാ? ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. വേണ്ടച്ചാ, ഒരു കല്യാണം കൊണ്ട് തന്നെ ഞാൻ തൃപ്തിയായി, എനിക്കിനിയിപ്പോ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ, മോൾ ഉറപ്പായിട്ട് ഒരു വിവാഹം കഴിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളിനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. മോളുടെ അനിയത്തി ഒരാളുണ്ട് പാറു, അവളുടെ കാര്യം നോക്കണം. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മോൾ ഒറ്റയ്ക്കായി പോവരുത്, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം, എനിക്കിപ്പോ കല്യാണം ആലോചിക്കുക വേണ്ട, എനിക്ക് കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല, അറിയാലോ. ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോട്ടെ, ഇനി എന്നെ കല്യാണമായിട്ട് എന്നെ ശല്യപ്പെടുത്തല്ലെന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മുകുന്ദൻ മാഷ് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.